Hello Ash. ഹേയ് ക്രിസ്, വാട്സ്ആപ്പ് എന്താ പരിപാടി? നത്തിങ് മച്ച്. പ്രോജക്റ്റ് കഴിഞ്ഞുകൊണ്ട് ഫ്രീ ആണ്. ബട്ട് ഒരു ടെൻഷൻ. സെലക്ട് ആയാൽ മതിയായിരുന്നു. ഹേയ് ചിൽ ബ്രോ, നിന്റെ പ്രോജക്റ്റ് റെഡി ആവും. നീ ഞങ്ങൾ ഐസക് ന്യൂട്ടൺ അല്ലേ? ആ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നേ, നാളെ അവധിയല്ലേ, നമുക്കൊരു ഔട്ടിംഗ് പോയാലോ? Okay, let's go then. I will see you later. Bye bye. Hi mom, how was your day? ഒന്നും പറയണ്ടടാ, ഇറ്റ് വാസ് സോ ഹെക്ടിക്. ഫുഡ് എടുക്കട്ടെ? വേണ്ടടാ, ഇന്ന് ഡോക്ടർ സാറുടെ സെൻഡ് ഓഫ് ആയിരുന്നു. വി ഹാഡ് ഫുഡ് ദയർ. മോം, നാളെ എന്റെ ഫ്രണ്ട്സ് ഔട്ടിങ്ങിന് പോവാ. ഞാനും പൊക്കോട്ടെ? യാ ഷുവർ, യു ഷുഡ് ഗോ. ഇടയ്ക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ടേ? യു നീഡ് സം മണി? നോ നോ മോം. ഇല്ല, വെച്ചോ. യു ക്യാൻ ബൈ സംതിങ് ഫോർ യുവർ ഫ്രണ്ട്സ്. ആ ക്രിസ്, നാളെ ഞാൻ കുറച്ച് ലേറ്റ് ആകും. നമ്മുടെ ക്ലിനിക്കിന്റെ പണി നടക്കുകയല്ലേ, അവിടേക്കൊന്ന് പോകണം. നീ കഴിച്ചിട്ട് കിടക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്. മോം, ആ I want to spend some time with you and dad. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും that I am all alone in this world. Please spend some time with me. Chris, you know your dad. He's a very famous surgeon. He doesn't have time. ഈ ക്ലിനിക്കിന്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ മോളെ. നമുക്ക് ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ബ്രോ, ചിൽ ചെയ്യാൻ വന്നിട്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താ പറ്റിയേ? My parents don't love me. They just don't care about me. അതവര് ബിസി ആയോണ്ടല്ലേ? അല്ല, നിന്നോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലോ. അറ്റ്ലീസ്റ്റ് എന്റെ കൂടെ അവരില്ലേ. അപ്പൊ നീ എന്റെ കാര്യം നോക്കിക്കേ. പപ്പ ദുബായില്, മമ്മിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് അവരെ സ്നേഹത്തോട് ഇച്ചിരി ഭക്ഷണമായി തരുമ്പോ ഞാൻ ഏതോ ഒരു ഹോസ്റ്റലിൽ ഏതോ ഒരു ആന്റി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിങ്ങനെ നീ ആ വിഷമൊക്കെ മാറ്റി വെച്ച് നോക്കിയായിരിക്കും. ഇവളുടെ വിഷമം മാറ്റാൻ എൻ്റെ ഒരു സാധനമാണ്. കണ്ടടേ, എന്തോ സാധനം? ഇതാണ് മോളെ സ്വർഗം. ഒന്ന് മണത്ത് നോക്ക്, പിന്നെ നീ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കും. Is it drugs? Yes, bro. Right. Wow. ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കല്ലേ? No Ash, we're not supposed to do it. ഇത് പാപമാണ്. We are not gonna have it. Come Ash, let's go. അവള് പോയി പണി നോക്കട്ടെ, നീ എടുക്ക്. വേണ്ടടാ, പപ്പ അറിഞ്ഞ പ്രശ്നമാകും. എടി, ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് ഒക്കെ എടുത്താലേ ഫ്രണ്ട് സർക്കിൾ ഒരു വിലയുള്ളൂ. എന്നൊന്നും അല്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോക്കല്ലേ? ഇങ്ങനെയുണ്ട്.
എന്തോ ഒരു കിട്ടിയോ. Ash, what are you doing? ഡേയ്, നീ എന്തായി കാണിക്കുന്നേ? Just shut up, okay? Come on, Ash, let's go. നിന്നെ ഞാൻ കാണിച്ചു തരാടി. നീ ഉറങ്ങിയില്ലേ? ഓർക്കം വന്നില്ല. Mom, I want to talk to you. Chris, I'm so tired today. Can you please talk tomorrow? Ash and the drugs. ഹലോ പപ്പേ. എന്താ മോളെ ശബ്ദത്തിനൊരു മാറ്റം? ഇന്ന് കോളേജിൽ പോയില്ലേ? ചെറിയൊരു തലവേദന. ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നോണ്ടായിരിക്കും. ഞാൻ വിളിച്ചത് എൻ്റെ ലീവ് അപ്രൂവ് ആയി കേട്ടോ. ആണോ? ഓ, എത്ര നാളായി പപ്പേ കണ്ടിട്ട്. 2 മാസം കൂടി കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നമുക്ക് കുറേ കറങ്ങണം, അടിച്ചു പൊളിക്കണം. പിന്നെ ഞാൻ മോളുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഇട്ടിട്ടുണ്ട്. ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം കേട്ടോ. ശരി, എന്നാൽ മോൾ ഉറങ്ങിക്കും. ഓക്കെ പപ്പ. Good morning, dear students. I am very happy to announce that Crystal's project on climate change has been selected by Climate Awareness Contest by Australian government. And if she wins, she'll get a chance to go to Sydney and present her project. Not only this, she's going to get a cash prize of $5,000. So congratulations, Crystal, and all the best. Okay, students, see you in the class tomorrow. Hey, congrats, Chris. ഈ സന്തോഷം നമുക്കൊന്ന് കളറാക്കണ്ടേ? ഇന്ന് വൈകിട്ട് നമുക്ക് സമയത്തിന് കൂടിയാണ്. കൃഷി വരത്തില്ലേ? ഞാൻ വരാം. But നീ എന്നെ promise ചെയ്യ്. ഞാൻ മറ്റു സാധനമൊന്നും കൊണ്ടുവരുന്നില്ല. അതൊന്നും ഉണ്ടാവില്ല, ഉറപ്പ്. Promise. Okay, we'll meet at 6. Ash, okay? Okay, thank you, okay? എടാ ജെറി, എനിക്ക് മറ്റേ സാധനം എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. കൈയും കാലമൊക്കെ വിറയ്ക്കും. വല്ലാത്തൊരു തളർച്ച. എനിക്കത് കിട്ടിയോ? അതിനെന്താ, ഞാൻ കൊണ്ടുവരാം. പക്ഷെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, വാങ്ങിക്കേണ്ടി വരും. കുറച്ച് പൈസ ചിലവാകും. ഇതൊന്നും റെഡി വരും. ഇന്നലെയാണ് പപ്പ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കുന്ന 10,000 രൂപ എനിക്ക് അയച്ചു തന്നെ. ഒരു 5,000 ഇങ്ങനെ എടുക്കാം. ഇന്ന് ഞാൻ പുതിയൊരു കിടിലൻ സാധനം കൊണ്ടുവരാം. MDMA. ഹോസ്റ്റൽ ഫീസൊക്കെ പിന്നെ അടയ്ക്കാൻ. Cheers for Crystal D'Souza. I don't know why. രാവിലെ മുതൽ തലയ്ക്ക് ഒരു ഭാരം, ബോഡി ഫുൾ വീക്കായ മാതിരി, ഒരു സ്ട്രെങ്ത്തും ഇല്ല. പിന്നെ നീ കയറ് പൊട്ടിക്കില്ല. ഞാനൊരു കാര്യം പറയാം. ജെറി ഇന്നലെ നിന്റെ ഡ്രങ്സിൽ ഡ്രഗ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. വാട്ട്? നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? അതുകൊണ്ട് ഇന്നലെ എനിക്കൊരു ബോധവേ ഇല്ലായിരുന്നു. സോറി ക്രിസ്, ഞാൻ അറിയാതെയാ ജെറി ഇതൊക്കെ ചെയ്തത്. നീ പക്ഷേ ഇതിലോട്ടൊന്നും വരരുത്. അവൻ നിർബന്ധിച്ചാ ഞാനും എടുക്കാൻ തുടങ്ങിയത്. ഞാൻ ശരിക്കും പെട്ടുപോയി. എനിക്കതില്ലാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നു. ഐ എം കില്ലിങ് മൈസെൽഫ്. നിനക്കറിയോ,
പപ്പ തരുന്ന പൈസയൊന്നും തികയുന്നില്ല. ഞാൻ അതിന് പകരം മറ്റുള്ളവരോട് കടം മേടിച്ച ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. എല്ലാത്തിനും കാരണം ആ ചെറിയൊരുത്തൻ മാത്രമാണ്. ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ആഗ്രഹം ഉണ്ടടാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ റൂംമേറ്റിലെ ജൂലിയറ്റ്, അവിടെ പപ്പയ്ക്ക് ആക്സിഡൻ്റ് ആയി. അപ്പം ഭയങ്കര സീരിയസ് ആണെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും ഹോസ്റ്റൽ മേറ്റ്സ് എല്ലാവരും കൂടെ കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്റെ കയ്യിൽ ഒരു 5000 rupees ഉണ്ട്, അത് തരാം. വേറെ ഒന്നിനല്ലല്ലോ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഒരു ആക്സിഡന്റ് പേര് പറഞ്ഞ് ഞാൻ കള്ളക്കഥ ഉണ്ടാക്കുവോ? എന്നാ നീ വരുന്നോ? എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോണം. ഞാനിപ്പോ ഇല്ലടാ, ഞാൻ പിന്നെ വരാം, നീ പൊക്കോ. ശരി, ഒരു 5000 രൂപ സെറ്റ് ആയിട്ടുണ്ട്. സാധനം കിട്ടുമോ? I don't know what's happening with you guys. I have two bad news to tell you all. Firstly, I want to tell that Crystal, your project got rejected. Secondly, Ashley and Jennifer, you both are failing your semester examination. And Ashley, I heard that your father is coming from Dubai tomorrow. Please ask him to meet me. പ്ലീസ് മാം, പപ്പയോട് പറയില്ലേ മാം. ഞാൻ ബാക്ക് പേപ്പർ എല്ലാം അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്തോളാം. പപ്പയോട് പറയില്ലേ പ്ലീസ്. No, Ashley, you have to tell your dad to meet me tomorrow. And Jennifer, I'm going to call your mother right now. ഇത് വെച്ചോ, ആവശ്യം വരും. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ പ്രോജക്റ്റ് റിജക്റ്റ് ആകുമെന്ന്. ഇതിനെക്കാട്ടിലും വലിയ നാണക്കേട് ഇനിയില്ല. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്താ ബ്രോ ഇങ്ങനെ പറയുന്നേ? നീ ആണെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും പാസ്സായി. എൻ്റെ കാര്യം നോക്ക്, ഞാൻ ഒറ്റ പേപ്പറിന് പോലും പാസ്സായിട്ടില്ല. നിനക്കറിയോ, നാളെ പപ്പ വരുക. എന്നെ ഒരു വിഷമം അറിയിക്കാതെയാ പപ്പ വളർത്തിയത്. ഞാൻ എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ പപ്പയെ ചീറ്റ് ചെയ്യല്ലേ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സ്നേഹിക്കുന്ന പേരൻസ് ഉണ്ടല്ലോ. എൻ്റെ പേരൻസിന് ഞാൻ ജീവിച്ചാൽ എന്താ, മരിച്ചാൽ എന്താ? വന്നോ ഫെയിലായിട്ട്? സ്റ്റെല്ല മിസ് വിളിച്ചായിരുന്നു എന്നെ. നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എടീ, ഭൂമിക്കൊരു ഭാരമാണ് നീ. പോയി ചത്തുകൂടെ? ഞങ്ങൾക്ക് വേണ്ട നിന്നെ. ദയവ് ചെയ്തു എവിടാന്ന് വെച്ചാ ഇറങ്ങിപ്പോ. അയ്യോ, ഇനി ഞാൻ ആ ലില്ലിക്കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദൈവമേ, നീ എന്തിനാ ഇങ്ങനെ ഒരു മകളെ എനിക്ക് തന്നേ?
Hello, Dr. Nancy. ഹലോ ഇൻസ്പെക്ടർ ടോം, ഞാനൊരു സീരിയസ് കാര്യം പറയാനാണ് വിളിച്ചത്. ഇന്നലെ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ആലിസിന്റെ മോൾ അബോധാവസ്ഥയിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഇറ്റ്സ് എ ക്ലിയർ കട്ട് കേസ് ഓഫ് ഡ്രഗ് ഓവർഡോസ്. ഐ തിങ്ക് ഇറ്റ്സ് MDMA. Oh my god. How is she now? ബോധം വന്നിട്ടുണ്ട്, ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ. ബട്ട് ഇന്നലെ വേറെ 2 സംഭവം നടന്നു. ആഷ്ലി എന്ന് പറയുന്ന പെൺകുട്ടി സൂസൈഡ് കമ്മിറ്റ് ചെയ്യാൻ നോക്കി. അതുപോലെ ജെനിഫർ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടി തന്റെ അമ്മയെ തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ആൻഡ് യു നോ, ഇവർ 3 പേരും ഒരു കോളേജിലാണ്. ആൻഡ് ഓൾ 3 were under the influence of drug. I see. ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതേ, ഇവരുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ ജെറി ആണ് ഇവർക്ക് ഡ്രഗ് സപ്ലൈ ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ദ മെയിൻ കൾപ്രിറ്റ്. ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട്. ഞാൻ ആ പയ്യന്റെ നമ്പർ അയച്ചിട്ടുണ്ട്. അവനെ പൊക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. Okay, doctor. ജെറി കുര്യാക്കോസ്, എൻ്റെ മകനാ സാറേ, എന്താ കാര്യം? അവന് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന് ഒരു സംശയം. അയ്യോ സാറേ, അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഈ ഇടയ്ക്ക് നിങ്ങളുടെ പണം എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? ഇല്ല സാറേ. അവൻ വില കൂടിയ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ഒരു മൊബൈൽ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചില്ലേ പണം എവിടെ നിന്നു? അത് ഇതാണ് ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ പ്രശ്നം. ഒന്നും ചോദിക്കത്തും പറയത്തുമില്ല. ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തേക്കുക. എന്താടാ നിന്റെ ബിസിനസ്? ഒന്നുമില്ല സാർ, പഠിക്കുക. പഠിത്തമല്ലാതെ നിനക്ക് എന്താടാ പരിപാടി? ക്രിസ്റ്റൽ, ആഷ്ലി, ജെനിഫർ, ഈ 3 പേരെ നിനക്കറിയാവോ? എൻ്റെ ഫ്രണ്ട്സാ സാർ. നീയാണോ അവർക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത്? അല്ല സാർ. നീയല്ലേ? പിന്നെ എവിടെ നിന്നാണ് നിനക്ക് ഈ ഡ്രഗ്സ് കിട്ടിയത്? നാർക്കോട്ടിക്സ് ആക്ട് പ്രകാരം പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, കൾട്ടിവേഷൻ, പൊസഷൻ, സെയിൽ, പർച്ചേസിംഗ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ഓർ കൺസംപ്ഷൻ ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. നീ പുറലോകം കാണില്ല മോനെ. പറയണം, ആരാ നിനക്ക് ഇത് സപ്ലൈ ചെയ്തത്? നീ പറയത്തില്ല അല്ലേ? അയ്യോ അയ്യോ, ഞാൻ പറയാം സാറേ, ഞാൻ പറയാം. അമ്മേ, ഞാൻ പോകുക. ഇന്നാ? ഓ, ഇന്നും രസമാണോ? എനിക്ക് വേണ്ട. ഇന്നൂടെ കൊണ്ടുപോ, നാളെ വേറെ എന്തേലും ഉണ്ടാക്കിത്തരാം. എൻ്റെ മൊബൈലിൻ്റെ കാര്യം എന്തായി? ദേ, നിന്റെ കോളേജിന്റെ ഫീസ് അടയ്ക്കുന്നത് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ്. പുതിയ ഫോൺ ഒന്നും നടക്കുന്ന കാര്യമല്ല. നാണം കേടാ അമ്മേ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഐഫോൺ ആയിരിക്കുന്നത്. എനിക്കൊരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും വാങ്ങിച്ചതാ. ആ പിന്നെ വൈകുന്നേരം വരുമ്പോൾ ജോസേട്ടൻ്റെ കടയിൽ നിന്ന് 1 കിലോ ഉള്ളിയും കൂടി വാങ്ങിയിട്ട് വരണം. പൈസ കടം പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എനിക്ക് വയ്യ അമ്മേ, കടം പറഞ്ഞു മടുത്തു. എന്നാ നമ്മുടെ ഈ അവസ്ഥ ഒന്ന് മാറുന്നത്? എൻ്റെ പൊന്നുമൻ പഠിച്ച് നല്ല ജോലിയാകുമ്പോൾ നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറും. സൂക്ഷിച്ചു പോണേ. എന്താ ബ്രോ, ആകെ ഒരു മൂഡ് ഓഫ് ആണല്ലോ. അമ്മയോട് ഒരു മൊബൈൽ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ കാശില്ല. എത്ര നാളായി പൊട്ട ഫോൺ കൊണ്ട് നടക്കുന്നത്? പപ്പ മരിച്ച പിന്നെ കാശിന് ഭയങ്കര ടൈറ്റാണ്. അത്രേ ഉള്ളൂ ബ്രോ. വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നിന്റെ പ്രശ്നം എല്ലാം സോൾവ് ആകും. ആരാ? നീ വാ ബ്രോ. ജോജോ 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 ജോജോ. വെൽക്കം ടു ജോജോസ് കിങ്ഡം. ഇതാരാ? ഇതെന്റെ ഫ്രണ്ട് അജറി. ഇവന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നു മൊബൈൽ വാങ്ങിക്കാൻ. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, വെൻ ജോജോ ഈസ് ഹിയർ നത്തിങ് ടു വറി. ഇത് കുറച്ച് പണമുണ്ട്, വെച്ചോ, നീയും തരാം. പിന്നെ ഇതിൻ്റെ പകരമായിട്ട് ജെറി ഒരു ഹെൽപ്പ് ചെയ്യണം. ഞാനൊരു സാധനം തരാം, അത് ഞാൻ പറയുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കണം. ഇത് എന്താ? ഇത് ഡ്രഗ്സാ, കൊക്കൈൻ. അയ്യോ, അതൊന്നും ശരിയാകത്തില്ല. നമുക്ക് മൊബൈൽ വാങ്ങണ്ടേ? പിന്നെ ജെറി ഇത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ജസ്റ്റ് അവിടെ കൊണ്ടു കൊടുത്താൽ മതി. പോലീസ് പിടിച്ചാലോ? വെൻ ജോജോ ഈസ് ഹിയർ നത്തിങ് ടു ഫിയർ. പോലീസിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി ചേട്ടാ. ചേട്ടനോ? നൗ വി ആർ ബിസിനസ് പാർട്ട്നേഴ്സ്.
കോൾ മീ ജോജോ. ശരി ജോജോ. ബോസ് വിളിക്കുന്നു. ഹലോ ബോസ്. എന്താ ജോജോ, ഈ ആഴ്ചയിലെ കളക്ഷൻ അത്രയും കുറവാണല്ലോ. ബിസിനസ് കുറച്ച് ഡള്ളാണ് ബോസ്. പണ്ടത്തെ പോലെ കസ്റ്റമേഴ്സിനെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ കോളേജിലൊക്കെ ഫുള്ള് ബോധവൽക്കരണ ക്ലാസ്സാണ്. പോരാത്തതിന് കോളേജിൻ്റെ ചുറ്റോട് എക്സസൈസുകാരുമാണ്. ഈ പോലീസുകാർക്ക് വരെ പണിയൊന്നുമില്ലേ? എടോ, കോളേജിൽ പറ്റത്തില്ലെങ്കിൽ സ്കൂൾ കുട്ടികളെ പിടിക്കുക. അയ്യോ, സ്കൂൾ കുട്ടികൾക്കൊക്കെ ഡ്രഗ്സ് കൊടുക്കാൻ പറഞ്ഞ അതിന് തൻ്റെ ആരുമല്ലല്ലോ. ഒരു 5-10 കുട്ടികൾ തട്ടിപ്പോയാൽ നമുക്കെന്താ? ജോജോയ്ക്ക് പറ്റത്തില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളിനെ നോക്കാം. ഞാൻ ചെയ്തോളാം ബോസ്. ആരായി ബോസ്? എവിടെ നിന്നാണ് നിനക്കിത് വാങ്ങാൻ ക്യാഷ് കിട്ടിയത്? ഞാനേ ഒരു ഡെലിവറി സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു സാധനം ഡെലിവറി ചെയ്തതിൻ്റെ ക്യാഷ് കിട്ടി. ഒരു ഡെലിവറിക്ക് ഇത്രയും കാശോ? മോനെ, തെറ്റായ വഴിയിലൊന്നും പോകല്ലേ. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഇത് ഇട്ട് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ജോജോ തന്ന പണം കഴിഞ്ഞപ്പോൾ ഞാൻ ജോജോയെ പിന്നെയും വിളിച്ചു. ഹലോ ജോജോ, കുറച്ച് ക്യാഷ് വേണമായിരുന്നു. ഡെലിവറി വല്ലതും ഉണ്ടോ? തൽക്കാലം ഡെലിവറി ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കണ്ടേ? ഇത് വിൽക്കാൻ നോക്ക്. 1000 രൂപയുടെ പൊടി നീ 10,000 വിറ്റാൽ 9,000 രൂപ നിന്റെ ലാഭം. പെട്ടെന്ന് പണക്കാരനാകാം. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും വിൽക്കാൻ നോക്ക്. ചേട്ടാ, എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? ഓഫീസിൽ പോകുവാടാ, ലേറ്റായി. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ആ, ശരിയെന്നാ. ചേട്ടാ, മറ്റേ സാധനം വേണം. സാധനമോ? അത് കൊക്കൈൻ. നീ എന്ന് മുതലാടാ ഇതൊക്കെ തുടങ്ങിയത്? രാജുചായന്റെ മകനായി പോയി, അല്ലെങ്കിൽ ശരിയാക്കിയെന്നെ. മേലാൽ ഈ പരിപാടിയും കൊണ്ട് വന്നാൽ പോലീസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. ഈ പണി എനിക്ക് പറ്റത്തില്ല. അത് പിന്നെ നേരെ പോയി ഡ്രഗ്സ് കൊടുത്താൽ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ. ഇതൊക്കെ തന്ത്രപരമായിട്ട് ചെയ്യണം. ആദ്യം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയവർ, വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ, വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്തവർ, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന തോന്നലൊക്കെ ഉള്ളവർ അവരെ മനസ്സിലാക്കുക. എന്നിട്ട് ഇത് കൊടുത്തിട്ട് പറയണം, ഇത് കഴിച്ചാൽ സമാധാനം കിട്ടും. ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കണം. പിന്നെ ഇതില്ലാതെ ഇവർക്ക് പറ്റത്തില്ല. ഒന്ന് അഡിക്റ്റായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തേടി വരും. ആ ചേച്ചി, ഞാൻ ചേച്ചിനെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. എന്താ ടോജോ? ജെറിനെ ഇപ്പോൾ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. അവന് കുറെ പഠിക്കാനുണ്ട്. പോരാത്തിനിപ്പോൾ സൺഡേയിൽ എക്സ്ട്രാ ക്ലാസ്സും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ജെറിയുടെ പോക്ക് അത്ര ശരിയല്ല. അവൻ 2 കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെല്ലാവർക്കും കണ്ണുകടിയല്ലേ? അയ്യോ, അങ്ങനല്ല ചേച്ചി. എല്ലാവരും നന്നായിട്ട് കിടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ തെറ്റായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. എൻ്റെ ജെറി ഒരു തെറ്റും ചെയ്യത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ 2-3 പേർക്ക് ഡ്രഗ്സ് വിൽക്കാൻ നോക്കിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ചേച്ചി, അത് കയ്യിൽ വെക്കുന്നതും വിൽക്കുന്നതും ക്രിമിനൽ ഒഫൻസാ. ദേ, എൻ്റെ മോനെക്കുറിച്ച് വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ പൊന്നു ചേച്ചി, കാക്കയ്ക്ക് നൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. പക്ഷെ നമ്മുടെ മക്കൾ തെറ്റിപ്പോയാൽ കണ്ടില്ല കേട്ടില്ല എന്നടിക്കാൻ പറ്റുമോ? എൻ്റെ മോൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവരവരുടെ മക്കളുടെ കുറവുകൾ കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. അനുഭവിക്കട്ടെ. ഇവളാരാ കാക്കയെന്ന് വിളിച്ചത്? എൻ്റെ ആദ്യത്തെ ഇര ജെന്നിഫർ ആയിരുന്നു. എന്താ ബ്രോ, ഒരു മൂഡ് ഓഫ്? എന്താ പ്രശ്നം? വീട്ടിലൊരു സമാധാനം ഇല്ല. നല്ല മാർക്സ് കിട്ടാത്തതുകൊണ്ട് മമ്മി എപ്പോഴും വഴക്കാം. എനിക്ക് ബുദ്ധിയില്ലാത്തതിന് ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? എനിക്ക് മടുത്തു ഈ ജീവിതം. കരയല്ലേ, എല്ലാവരും കാണും. നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഓരോരോ പ്രശ്നങ്ങൾ. നിനക്കറിയുമോ, കോളേജിൽ നിന്ന് പോയിട്ട് വീട്ടിലെ എല്ലാ പണിയും ചെയ്യണം. ഇന്നലെ കറിക്ക് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ് എന്നെ അടിച്ചു. ഇത് കണ്ടോ, എൻ്റെ മമ്മി പൊള്ളിച്ചതാ. എടി, എല്ലാ പ്രോബ്ലത്തിനും ഉണ്ട് ഒരു സൊല്യൂഷൻ. നിനക്ക് ബുദ്ധി വെക്കാൻ എൻ്റെ കയ്യിൽ ഒരു കിടിലൻ സാധനമുണ്ട്. ഒറ്റ ഒരു വലി വലിച്ചാൽ മതി, പിന്നെ നീ പഠിച്ചതൊന്നും മറക്കത്തില്ല.
ഇത് ഡ്രഗ്സ് അല്ലേ? നീ പോയ ജെറി, ഞാൻ സ്റ്റെല്ല മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്യും. ഒന്ന് നോക്കാമെടാ, അങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവട്ടെ. ബ്രോ ഇത് ഡ്രഗ്സാ, നമുക്ക് പോകാം. ജോയൽ പോയി കഴിഞ്ഞ് ഞാൻ ജെന്നിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം അവൾ സമ്മതിച്ചില്ല, പക്ഷേ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൾ മേടിച്ചു. പിന്നീട് പല പ്രാവശ്യമായിട്ട് ഞാൻ അവൾക്ക് ഡ്രഗ്സ് കൊടുത്തു. പെട്ടെന്ന് തന്നെ ആഷ്ലിയും ഇതിനടിമയായി. ക്രിസ്ത്യനെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു. അവൾ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അവളുടെ ഡ്രിങ്ക്സിൽ MDMA മിക്സ് ചെയ്ത് കൊടുത്തു. നീ കാരണം എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയെന്ന് നിനക്കറിയാവോ? വാ, ബാക്കി സ്റ്റേജിന് വെച്ച് തരാം. ഞാൻ പെട്ടുപോയതാ സാറേ, എന്നെ കൊണ്ടുപോകലെന്ന് പറയാം അമ്മേ. എന്റെ പൊന്നുമോൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അത് പിന്നെ പെട്ടെന്ന് പണം ഉണ്ടാകും. മറ്റുള്ളവരുടെ കുടുംബം തകർത്തിട്ടല്ല നമുക്ക് കൊട്ടാരം പണിയുന്നത്. പൊയ്ക്കോ എൻ്റെ കൺമുമ്പിൽ നിന്ന്. ഹായ്, ഹലോ, ഞാൻ ജിഷ്മ. ജീവിതം റീലോഡഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനേക വർഷങ്ങൾ മയക്കുമരുന്നിന് അടിമയായി ഒട്ടേറെ യുവാക്കളെ വഴിതെറ്റിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം കുറച്ചുനാൾ ജയിലിലായിരുന്നു, പിന്നീട് റീഹാബ് സെന്ററിലും. ഇപ്പോൾ വളരെ പ്രശസ്തനായ ലഹരി വിരുദ്ധ പ്രവർത്തകനും ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. ജോജോ ജോസഫ്, വെൽക്കം ടു അവർ ഷോ. ജോജോ, എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ മയക്കുമരുന്നിന് അടിമയായി പോകുന്നത്? ഇന്നത്തെ യുവതയ്ക്ക് പ്രത്യേകിച്ചൊരു കാരണം വേണ്ട. അമിതമായിട്ട് അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അമിതമായി അവരിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ, അതായത് പെട്ടെന്ന് വീട്ടിൽ വരണം, കൂടുതൽ നേരം മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, വിഷാദം, പരാജയ ഭയം, ഇൻസെക്യൂരിറ്റി, അങ്ങനെ എന്തുമാകാം. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവരാരും ഡ്രഗ്സ് തേടി പോകുന്നില്ല, ഡ്രഗ്സ് ഇവരെ തേടി വരികയാണ്. ഇത് സപ്ലൈ ചെയ്യുന്നവർ ഇത്തരം ചെറുപ്പക്കാരെ നിരന്തരം മോണിറ്റർ ചെയ്യും, അവരുമായിട്ട് കൂട്ടുകൂടും. ആദ്യം അവർക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് അടിമയായി മാറുന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത മരണവെപ്രാളമാണ്. ഡ്രഗ്സ് കിട്ടാൻ അവരേത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. വാസ്തവത്തിൽ ഇത് സപ്ലൈ ചെയ്യുന്നവരെയാണ് പേടിക്കേണ്ടത്. ഇവർക്കാണെങ്കിൽ വലിയ നെറ്റ്വർക്കുമാണ്. മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഈ മാതാപിതാക്കൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ഇത് ഉപയോഗിക്കുന്നവരെ കണ്ണുകൾ ചുവന്നിരിക്കും. പതിവില്ലാതെ കൂടുതൽ സംസാരിക്കുക, സ്നേഹപ്രകടനം, വിഷമിച്ചിരിക്കുക, അമിതമായ ആവേശം, അർത്ഥമില്ലാത്ത സംസാരങ്ങൾ, അവരുടെ ശരീരത്തിൽ ബ്ലേഡിൻ്റെ പാടുകളുണ്ടോ, പണം കാണാതെ പോകുന്നുണ്ടോ, പരിചയക്കാരോട് കടം വാങ്ങുന്നുണ്ടോ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ ഇത് വിൽക്കുന്നവരാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? സോഷ്യൽ മീഡിയയിൽ ധാരാളം സമയം ചെലവഴിക്കുക, അജ്ഞാതർ വീട്ടിലേക്ക് വരിക, പിന്നെ നമ്മൾ നൽകാത്ത പണത്തിൽ നിന്നും അവരെന്തെങ്കിലും വാങ്ങുന്നുണ്ടോ എന്ന് നോക്കുക, കുറേ ഡേഞ്ചറസ് ആയ നായകളെ വാങ്ങുക, അങ്ങനെ എന്തുമാകാം. നമ്മുടെ യുവ പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ 3 കാര്യങ്ങൾ ഓർക്കുക. 1, മയക്കുമരുന്ന് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല, അത് ജീവിതം നശിപ്പിക്കുകയുള്ളൂ. 2, ഓരോരുത്തർക്കും സ്വന്തം ഗുണങ്ങളും ബലഹീനതകളുമുണ്ട്. നിങ്ങളുടെ ഗുണങ്ങൾ അഥവാ ശക്തി തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുക. നല്ല കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുക. 3, ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുക. ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാന്തതയിൽ, കഴിവില്ലായ്മകളിൽ, പരാജയങ്ങളിൽ, അസമാധാനങ്ങളിൽ യേശു നിങ്ങൾക്കൊപ്പമുണ്ട്. ആ സാമീപ്യം സ്നേഹം നൽകുന്നതാണ്. അവിടുത്തെ വാക്കുകൾ സമാധാനം നൽകുന്നതാണ്. അവിടുത്തെ വഴികൾ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. Any final thoughts? നിന്റെ മരണത്തിനായി ഇനി ഒരുക്കുന്ന തൂക്കുകയറാണ് നിന്റെ കയ്യിലെ ലഹരി. ഈ അബദ്ധത്തിൽ ഒരിക്കലും ചെന്ന് ചാടരുത്. പ്ലീസ് ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്.